ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ ധന്യനാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാധ്വനിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെയായിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ ദിവസങ്ങളും ദൈവം നമ്മളെ സൂക്ഷിക്കുകയും പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മളെ പരിപാലിച്ചല്ലോ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളായിരിക്കും നമ്മെ ഓരോരുത്തരെയും അവിടെ ഇടങ്ങളായി തന്റെ വിസ്താരമേറിയ ചെറുകടിയിൽ ദൈവം സൂക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെയായിരിക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. 2026 ജനുവരി മാസം ഈ ദിവസം വരെയും തന്റെ ഭദ്രമാകുന്ന ചെറുകടിയിൽ ദൈവം നമ്മളെ സൂക്ഷിച്ചുവല്ലോ. ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കായി, കർത്താവിന്റെ സ്നേഹത്തിനായി, ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തിന്റെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ നൽകി തന്ന ഒരു ടൈറ്റിലുണ്ട്, കർത്താവിൽ ധൈര്യപ്പെടുക എന്നുള്ളതാണ്. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ ധൈര്യപ്പെടുക. ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ധൈര്യം, ആരിലാണ് നാം നമ്മുടെ ധൈര്യം വെക്കേണ്ടത്? എപ്രകാരം നമുക്ക് ധൈര്യത്തോടെ മുന്നേറുവാൻ കഴിയും എന്നുള്ളത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിന് ആധാരമായി 1-2 വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഈ സംഭവം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. അതിനോടൊപ്പം 138-ാം സങ്കീർത്തനം അതിന്റെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന നമ്മൾ ഏവരും ധൈര്യത്തോടെ ആയിരിക്കാൻ സർവശക്തൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഈ പ്രാരംഭ ഭാഗത്ത് ഞാൻ ഈ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിനെ ആസ്പദമാക്കി ചില വാക്കുകൾ പറഞ്ഞിട്ട് സങ്കീർത്തന ഭാഗത്തേക്ക് കടന്നു വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഉടനെ യേശു അവരോട് പറഞ്ഞത്, ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നാം നോക്കുമ്പോൾ പല സംഭവങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതിനു മുമ്പായി ഒരു ചെറിയൊരു ഉദാഹരണം അല്ലെങ്കിൽ ചെറിയൊരു സംഭവ കഥ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്നു. ധൈര്യം എന്ന് പറഞ്ഞാൽ അപകടത്തെക്കുറിച്ചുള്ള ഒരു വിവേകം അല്ലെങ്കിൽ അപകടത്തിനെതിരെയുള്ള ഒരു വിവേകം നമുക്കുണ്ടാകുക, അല്ലെങ്കിൽ നാം അപകടത്തിലേക്ക് പെട്ടുപോകും എന്ന് വരുമ്പോൾ നാം അതിൽ ഭയപ്പെട്ട് നിരാശപ്പെട്ട് പുറകോട്ട് മാറുകയല്ല, അതിനെ അതിജീവിപ്പാനുള്ള ഒരു പ്രത്യേക മാനസിക അവസ്ഥ നമുക്ക് തരുന്നു. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. ആപത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് അധൈര്യം എന്നുള്ളത്, അല്ലെ? അല്ലെങ്കിൽ ധൈര്യം നഷ്ടപ്പെട്ടു പോകുക. പെട്ടെന്ന് നമുക്ക് നേരിട്ട് കടന്നു വരുന്ന അനർത്ഥങ്ങളുടെ നടുവിൽ നമ്മളുടെ ധൈര്യം ചോർന്നു പോകുവാനിടയായിത്തീരും. എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നു, ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യം, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തവൻ ഈ ലോകത്തിൽ മാനുഷികമായി ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നൊക്കെ പലരും നമ്മോട് പറഞ്ഞേക്കാം. എന്നാൽ അവരെല്ലാം മാറിപ്പോകുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അവൻ നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിലും നിങ്ങളുടെ ഭാരങ്ങളുടെ നടുവിലും നിങ്ങൾ നിരാശപ്പെട്ടു പോകാതെ ധൈര്യപ്പെടുവാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രബോധിപ്പിച്ച് നമ്മെ അറിയിക്കുന്നത്. ഒരിക്കൽ ഒരു അന്ധയായ ഒരു പെൺകുട്ടി അവൾ 10ാമത്തെ നിലയിൽ അവളുടെ മാതാപിതാക്കന്മാരോട് ചേർന്ന് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കെട്ടിടത്തിന് തീ പിടിക്കുവാനിടയായി. വലിയ തീപിടുത്തത്തിന്റെ നടുവിൽ ഈ അവളുടെ മാതാപിതാക്കന്മാരും അവിടെ പുറത്തു പോയ സമയത്ത് ഇവൾ ഒറ്റയ്ക്ക് ആ ഭവനത്തിൽ അകപ്പെട്ടപ്പോഴാണ് ഈ വലിയ തീ ഉണ്ടാകുവാനിടയായി. അഗ്നി ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മാതാപിതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ തലമുറ അകത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ അവളെ രക്ഷിക്കുവാൻ അവളായിരിക്കുന്ന മുറിയിൽ തീയും പുകയും കൊണ്ട് നിറഞ്ഞു. അവൾക്ക് ശ്വസിക്കുവാനോ ഒന്നും കഴിയാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ അവൾ വല്ലാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പതുക്കെ നീങ്ങി ജനലിന്റെ അരികിലേക്ക് വരുവാനിടയായി. ഇവൾ ജനാലയ്ക്കരികിൽ വന്ന് അവൾ താഴേക്ക് നോക്കുക എന്ന്, കാരണം അന്ധയായ പെൺകുട്ടി. പക്ഷേ അവൾ നിലവിളിക്കുമ്പോൾ താഴെ നിന്നൊരു ശബ്ദം വന്നു, നീ ധൈര്യമായിട്ട് ചാട്, നീ ധൈര്യമായിട്ട് ചാട്, ഞങ്ങൾ നിന്നെ പിടിച്ചുകൊള്ളാമെന്ന്. പക്ഷെ അവൾക്ക് ആ വാക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ചാടുകയില്ല, ഞാൻ ചാടിയാൽ ഞാൻ നിലത്തു വീഴും, ഞാൻ മരിച്ചു പോകും. പക്ഷേ ഈ
തീ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കർണപടത്തിൽ ഒരു ശബ്ദം കേട്ടു, മോളെ നീ ധൈര്യമായി ചാട് എന്നുള്ളത്. പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി മറ്റാരുമല്ല ഇത് പറയുന്നത്, അവളുടെ പിതാവാണ്. അവൾ വേറൊന്നും ചിന്തിച്ചില്ല. ആ ശബ്ദം കേട്ട സ്ഥാനത്തേക്ക് അവൾ എടുത്ത് ചാടുവാനിടയായി. അവൾ സുരക്ഷിതമായി അവളുടെ പിതാവിന്റെ കയ്യിലെത്തുവാനിടയായി. ഞാൻ പറയട്ടെ, നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ പലവിധമായ ശബ്ദങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മോട് കൂടെയുണ്ട്, നമുക്ക് കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ശബ്ദങ്ങൾ ഉയർന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ അതിന് ധൈര്യപ്പെടുകയില്ല. എന്നാൽ നമ്മുടെ പിതാവിന്റെ ശബ്ദം നാം കേൾക്കുമ്പോൾ, നമ്മുടെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ എത്തുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നുവെങ്കിൽ അവൻ നമ്മെ വിടുവിപ്പാൻ ശക്തനായ കർത്താവാണ്. നാം ആയിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിലും ചൂടേറിയ ജീവിതത്തിന്റെ നടുവിലും നമ്മളെ ഒഴുകിക്കളയുവാൻ കടന്നു വരുന്ന അഗ്നിജ്വാലത്വ പ്രശ്നങ്ങളുടെ നടുവിലും നാം താളടിയായി പോകുവാൻ ശത്രു നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയണം. എന്റെ സ്വർഗത്തിലെ പിതാവിന്റെ ശബ്ദം എന്റെ കർണപടത്തിൽ എനിക്ക് എത്തുന്നുണ്ട്. അവൻ എന്നോട് അരുളി ചെയ്യുന്നൊരു കാര്യം, നീ എന്റെ അടുക്കിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. അവൻ നമ്മെ മാടി വിളിക്കുന്നൊരു ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദത്തിലേക്ക് നാം കടന്നു ചെന്നാൽ നമ്മൾ ഒന്നുകൊണ്ടും ഭയപ്പെടുവാൻ ഒരു കാര്യവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ധൈര്യം ഒരിക്കലും ചോർന്നു പോകുവാനിടയായി തീരരുത്. ആ ഭാഗത്ത് കാണുമ്പോൾ എന്താണ്, അവൾ ചാടിയില്ലായിരുന്നെങ്കിൽ അവിടെ കിടന്ന് അവൾ കത്തിച്ചാമ്പലായി പോകേണ്ട സാഹചര്യം വന്നേനെ. എന്നാൽ അവളുടെ പിതാവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ മനസ്സിന് തന്നെ ഒരു ഉറപ്പ് വരുവാനിടയായി, ഒരു ധൈര്യം വരുവാനിടയായി. ഞാൻ ഇനി ചാടുന്നത് മറ്റാരുടെയും കരങ്ങളിലല്ല, ഞാൻ ചാടി വീഴുന്നത് നിലം പരിചയാകുവാനുള്ളതല്ല, മറിച്ചോ എന്റെ പിതാവിന്റെ കരങ്ങളിലാണ് ഞാൻ വീഴുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിൽ പറയട്ടെ, ദൈവസന്നിധിയിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സകലത്തിനും ഉടയവനായ ദൈവം നിന്നോട് അരുളി ചെയ്യുന്നു, ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വാ. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ താളടിയായി പോകുവാൻ എന്റെ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. നീ അപ്പന്റെ ശബ്ദം നിന്റെ ചെവിയിൽ കേൾക്കുന്നുവെങ്കിൽ, ആ ശബ്ദത്തിനായി നിന്റെ കാതുകളെ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവൻ നിന്നെ വിളിക്കുന്നു, നീ എന്റെ അടുക്കിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. തകർത്ത് കളയുവാൻ ശത്രു കടന്നു വരുമ്പോഴും അതിന്റെ നടുവിൽ നമ്മോട് സംസാരിക്കുന്ന ആ ശബ്ദത്തെ ഞാനും നിങ്ങളും ശ്രവിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഈ രാത്രി നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, എന്റെ അപ്പന്റെ ശബ്ദം, എന്റെ സ്വർഗീയ പിതാവിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്ന കാലത്തോളം അവന്റെ സന്നിധിയിലേക്ക് ഞാൻ എന്റെ കാലിൽ ചുവടുകളെ വെക്കും തോറും ഞാൻ ഒരിക്കലും തകർന്നു പോകുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ധൈര്യം ആരിലായിരിക്കണം? നമ്മുടെ കർത്താവിലായിരിക്കണം നമ്മുടെ ധൈര്യം. ഈ ഭാഗം നാം വായിക്കുമ്പോൾ 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഭാഗം, 14-ാം അധ്യായത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പ്രത്യേക ചില സംഭവങ്ങൾ, അല്ലെ, അതിന്റെ പ്രാരംഭ ഭാഗത്ത് നാം വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനെ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ തന്റെ ജീവൻ നഷ്ടമായി പോകുന്ന ഒരു സന്ദർഭം, തന്നെ കൊല്ലുന്ന ഒരു സന്ദർഭം. അത് കഴിഞ്ഞു വരുമ്പോൾ ഈ ജനം തന്റെ ശബ്ദം കേൾക്കുവാൻ, യേശുവിനോടൊപ്പം കടന്നു വന്ന ജനം തന്റെ ശബ്ദം കേൾക്കുവാൻ കൂടെ വന്നപ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകി കൊടുക്കുന്ന ഒരു ശബ്ദം. എന്നാൽ അവിടെയും സംഭവിച്ചത് ഒരു വലിയ അത്ഭുതമാണ്. ജനം ക്ഷീണിച്ചും തളർന്നു പോകേണ്ട സ്ഥാനത്ത് അവിടെ തന്റെ ജനത്തിനു വേണ്ടി ഉള്ള ആത്മീയ ഭക്ഷണം മാത്രമല്ല, ശരീരത്തിന് വേണ്ടുന്ന സൗഖ്യവും ശരീരത്തിന് വേണ്ടുന്നായ ആ ജീവൻ നിലനിർത്തുവാൻ വേണ്ടുന്നായ നന്മകളും ദൈവം അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് യേശുവിന്റെ ശിഷ്യനായ യേശുവിന് മുന്നോടിയായി വഴികാട്ടുവാനായി കടന്നു വന്ന യോഹന്നാൻ സ്നാപകന്റെ മരണത്തോടൊപ്പം തന്റെ ധൈര്യം ചോർന്നു പോകേണ്ടത്. എന്നാൽ യേശു അവിടെ സംഭവിച്ചൊരു കാര്യം, യേശുവിന്റെ ജീവിതത്തിൽ നേരിട്ട ഭാരത്തെക്കാളും തന്നോടൊപ്പമുള്ള തന്റെ ജനത്തിന്റെ ആവശ്യത്തെയാണ് താൻ കൂടുതൽ മനസ്സിലാക്കി അവരോട് ചേർന്ന് വരുവാനിടയാത്തുന്നത്. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളെ നന്നായി അറിയുന്ന കർത്താവ്, ഹല്ലേലൂയ, ഈ രാത്രി വിശ്വസിപ്പാൻ കഴിയണം. നമ്മുടെ വിഷമതകളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ നിരാശകളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളുടെ നടുവിലും തന്റെ വേദനകളെ മാറ്റിവെച്ച് നമ്മോട് കൂടെ ഇറങ്ങി വരുന്ന ആ അപ്പന്റെ സന്നിധിയിലേക്ക് നീ വരുന്നുവെങ്കിൽ ധൈര്യത്തോടെ ദൈവം മുൻപാകെ നമുക്കായി തീരുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോഴാണ് ആ ഭാഗത്ത് നാം വായിക്കുന്നു, യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നാം അക്കരയ്ക്ക് പോകാം. അവരെ അക്കരയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ യേശു തന്റെ ജനത്തെ അവിടെ വായിക്കും, താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചയച്ചു. അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ച് അയച്ചു. അവിടെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് അവൻ പ്രാർത്ഥിപ്പാൻ
തനിയെ മലയിലേക്ക് കയറി പോകുമ്പോൾ വൈകുന്നേരമായപ്പോൾ ഏകനായി താൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പാനിടയായി. ഈ പ്രാർത്ഥനയുടെ നടുവിലും സംഭവിച്ച തന്റെ ശിഷ്യന്മാർ കടന്നുപോയ സ്ഥാനത്ത് സംഭവിച്ച ഒരു ഭാഗമാണ് നാം ഇവിടെ വായിപ്പാനിടയായത്. അവിടെ വായിച്ചത് എന്താണ്? ഇൻ ദ മിഡിൽ ഓഫ് ദ സീ, അല്ലെങ്കിൽ കടലിന്റെ നടുക്കെത്തിയപ്പോൾ, അല്ലെ, ആ കടലിന്റെ നടുക്കെത്തിയപ്പോൾ അവിടെ സംഭവിച്ച ഒരു സംഭവത്തെ കുറിച്ചാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. അവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല, യേശുവിന്റെ ശിഷ്യന്മാർ അവർ പടകിലായിരുന്നപ്പോൾ അവർ കടന്നുപോയ പടകിന് ചുറ്റും നേരെ കൊടുങ്കാറ്റടിപ്പാനിടയായി തീർന്നു. അവരുടെ പടങ്ങ് മുങ്ങുമാറാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കെതിരെ കടന്നു വരുവാനിടയായി തീർന്നു. അപ്പോൾ തന്റെ ജനം നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. തിരകളാൽ, അവിടെ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മീതെ നടന്ന് അവരുടെ അടുക്കൽ വന്ന് അവൻ കടലിന്മീതെ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് അവർ പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് പറയുന്നു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്ത് നാം കാണുന്ന ഒരു കാര്യമുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു, അല്ലെ. അവിടെ കാണുന്ന ഒരു കാര്യം എന്താണ്? എന്താണ് ഇതിന്റെ ഗലീല കടലിന്റെ ഒത്ത നടുക്ക് എത്തിയപ്പോൾ, എന്നാൽ സാധാരണ രീതിയിൽ ഒരു ഏകദേശം കണക്കനുസരിച്ച് പറഞ്ഞാൽ 21 കിലോമീറ്റർ നീളവും 11 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ശുദ്ധജല തടാകമാണ് ഗലീല കടൽ എന്നറിയപ്പെടുന്നത്. ഇതിന് പല പേരുകൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കും കിന്നരേത്ത് കടലെന്നും, അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഗന്നസരേത്ത് തടാകമെന്നും, അപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തിബരിയാസ് കടൽ. ഇങ്ങനെ ഈ തടാക തീരത്തെ ചെറു പട്ടണങ്ങളിലാണ് യേശുക്രിസ്തു പല അത്ഭുതങ്ങളും അടയാളങ്ങളും അരങ്ങേറുവാനിടയായി തീർന്നത്. യേശു തന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ഈ സ്ഥാനങ്ങളിൽ അവിടെ നടക്കുന്നൊരു കാര്യമുണ്ട്. കഫർനഹൂം, കോരസീന്, നെസീദ, മദ്ദല എന്ന് പറയുമ്പോൾ ഈ യേശുവിന്റെ മശീഹ ചരിത്രത്തിൽ അനശ്വരമായ പല സംഭവങ്ങളും നടന്നതായ ഈ തീരങ്ങളുടെ നടുവിൽ ചെന്നപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യമാണ്. ഗലീല കടലിന്റെ നടുക്കലെത്തിയപ്പോൾ, ഒത്ത നടുവിൽ അവർ എത്തിയപ്പോൾ ഏകദേശം അവർ ഇനി അക്കരെ എത്താൻ കൂടി അവർക്ക് വേണ്ടത് 4 മണിക്കൂർ എന്നുള്ളതായിരുന്നു കണക്ക്. അപ്പോൾ 1-ാം യാമത്തിൽ അവർ ഇറങ്ങി തിരിച്ചതായിരിക്കാം, അല്ലെ. യേശു തന്റെ ജനത്തെ, പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് ഈ ശിഷ്യന്മാരെ അവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുക. അവർ ഏകദേശം 4 മണിക്കൂർ കൊണ്ട് അക്കരെ കടക്കേണ്ടതാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് അക്കരെ എത്തുവാൻ കഴിയാത്ത വിധത്തിൽ അവർ പ്രശ്നങ്ങളുടെ നടുവിൽ എത്തിച്ചേരുവാനിടയായി തീർന്നു. ഞാൻ പറയാം, ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പല പ്രതീക്ഷകളുമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു. നമ്മുടെ മുൻപോട്ടുള്ള വഴിത്താരയിൽ നമ്മുടെ കുടുംബജീവിതം ആരംഭിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലുള്ള ബന്ധത്തില്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിപരമായ വിഷയത്തില് അവരെ നമ്മൾ ഒരു സ്വസ്ഥാനത്ത് എത്തിക്കുമെന്നുള്ള ആ വലിയൊരു വിചാരത്തോടും വലിയൊരു ലക്ഷ്യത്തോടും കൂടെ നമ്മൾ യാത്ര ആരംഭിച്ചത്. എന്നാൽ നടുക്കടലിലെത്തിയപ്പോൾ ഹല്ലേലൂയ, പടക് മുങ്ങുമാറുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു വന്നപ്പോഴും അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇനി നഷ്ടപ്പെട്ടു പോകുവാനല്ല, അവിടെ യേശു ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്ന് നിന്റെ പ്രശ്നത്തിന് നടുവിലും നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുന്ന ഒരപ്പനെയാ ഞാനും നിങ്ങളും കാണുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറകളുടെ വിഷയത്തിന് നടുവിലും നമ്മുടെ ജീവിതത്തിന്റെ ശുശ്രൂഷ മേഖലകളുടെ നടുവിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ നിന്നെ ഒറ്റപ്പെടുത്തി കളയുവാനല്ല, അതിന്റെ നടുവിലും കടലിൽ മീതെ നടകൊള്ളുന്ന ഒരുവൻ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഗലീല കടൽ പുറത്തിറങ്ങി കടലിന്മേൽ ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വന്ന് തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചുവെങ്കിൽ, അങ്ങനെയെങ്കിൽ രാത്രികാലം വിശ്വസിപ്പാൻ കഴിയണം. നമ്മളെ തകർത്ത് കളയുവാനല്ല, നമ്മെ മുക്കിക്കളയുവാനല്ല, അതിന്റെ നടുവിലും നമുക്ക് വേണ്ടി തന്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കുന്ന ദൈവം. 27-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അതിന്റെ താഴോട്ടുള്ള ഭാഗം വായിച്ചു വരുമ്പോൾ, അപ്പോൾ ഒരുവൻ അവിടെ പറയുന്നു, അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മീതെ നിന്റെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ ചില കൽപ്പനകൾ പുറപ്പെടുവിച്ചാൽ
നമ്മൾ അധൈര്യപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിന്നോട് ചിലത് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ നിന്റെ കാൽച്ചുവടുകളെ മുൻപോട്ട് വെക്കുന്നുവോ? പത്രോസ് അവിടെ പറയുന്നൊരു കാര്യം, കർത്താവ് നീ ആകുന്നുവെങ്കിൽ എനിക്കൊരു സാവകാശം താ, ഞാനും കൂടെ ഒന്ന് നടക്കുവാൻ. ഹല്ലേലൂയ. തന്റെ ആവേശം, തന്റെ ആഗ്രഹം, യേശു നടന്നതുപോലെ എനിക്കും ആ കടൽ മീതി നടക്കണം. പക്ഷെ അവനൊരു കാര്യം അറിയാം, യേശു കൽപ്പിച്ചാൽ മാത്രമേ, യേശു ധൈര്യം പകർന്നാൽ മാത്രമേ എനിക്ക് ഈ കടൽ മീതെ നടക്കുവാൻ കഴിയുള്ളൂ. അവൻ കടലിലുള്ള എല്ലാ അഭ്യാസങ്ങളും അവൻ പ്രാപിച്ചിട്ടുള്ളൊരുവനാ. പക്ഷേ കടലിന്റെ മീതെ അവൻ ഒരിക്കലും ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ അവൻ പറയുന്നൊരു കാര്യം, യേശുവേ നീയാണെങ്കിൽ എന്നോടൊന്ന് പറ, എനിക്കും കൂടെ നടക്കുവാനുള്ള ഒന്ന് കൽപ്പിക്ക്. ഞാൻ അങ്ങനെയെങ്കിൽ ഈ വെള്ളത്തിന്റെ മീതെ ഞാനൊന്ന് നടക്കട്ടെ. ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പരിചയങ്ങൾ നമുക്കുണ്ടായേക്കാം, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പരിചയം കൊണ്ട് ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ പത്രോസിനെ പോലെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? യേശുവേ നീ ഒരു വാക്ക് കൽപ്പിക്കാമോ? അങ്ങനെയെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ വെള്ളത്തിന്റെ മീതെ നടക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളോട് ദൈവാത്മാവ് ഒന്ന് കൽപ്പിക്കുവാൻ, ദൈവകരങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ഇറങ്ങി വാ മകനെ എന്നുള്ള, ഇറങ്ങി വാ മകളെ, നീ ധൈര്യത്തോടെ നിന്റെ സ്റ്റെപ്പുകളെ മുൻപോട്ട് വെക്ക് എന്ന് പറയുമ്പോൾ അത് കേട്ട് ധൈര്യത്തോടെ ഇറങ്ങുവാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു ധൈര്യം നമ്മളിൽ ഉണ്ടാകണം. പത്രോസിന് ആ ധൈര്യം ഉണ്ടായിട്ടല്ലേ അവൻ ആ കടലിന്റെ മീതെ നടക്കുവാൻ പോയത്. ഞാനാണെങ്കിൽ ഒന്നുകൂടെ ചിന്തിച്ചേക്കാം, കർത്താവേ ഞാൻ ഈ വെള്ളത്തിന് മീതെ കാൽ വെച്ചാൽ ഞാൻ താഴ്ന്നു പോകുമോ? എന്നാൽ പത്രോസിന് ധൈര്യത്തോടെ പറയുവാൻ കഴിഞ്ഞത്, ഈ കാലഘട്ടമൊക്കെയും ഞാൻ മീനെ പിടിച്ചു നടന്നു, മത്സ്യം പിടിച്ചവനായിരുന്നു, എന്നാൽ നീ എന്നോട് പറഞ്ഞു എന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ എന്നെ പറഞ്ഞ് എന്നെ ഇറക്കിയ ദൈവമേ, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് എന്റെ ഒരു ആഗ്രഹം, നീയാണ് ഈ കടലിന് മീതെ നടക്കുന്നതെങ്കിൽ നീ ഒരു വാക്ക് എന്നോട് കൽപ്പിക്ക്, ഞാനും ഈ കടലിന് മീതെ ഒന്ന് നടക്കട്ടെ. ഹല്ലേലൂയ. യേശു പറഞ്ഞതനുസരിച്ച് അവനും കടലിന് മീതെ നടപ്പാൻ തുടങ്ങി. യേശുവിന്റെ മുഖത്തേക്ക് അവൻ നോക്കി, കടലിന് മീതെ നടപ്പാൻ അവൻ നോക്കി. അപ്പോൾ കടൽ ശാന്തമായി. അല്ലെ, കടലിന് മീതെ നടക്കുമ്പോൾ അവൻ കടലിൽ ഇറങ്ങിയപ്പോൾ അവന്റെ കാൽ പതിച്ചപ്പോൾ അവിടെ ശാന്തമായിരിക്കാം. അവൻ ചില സ്റ്റെപ്പുകൾ മുൻപോട്ട് വെച്ചു. പക്ഷേ പെട്ടെന്ന് അവന്റെ ഹൃദയത്തിൽ എന്താ സംഭവിച്ചത്? ഒരു സംശയമുളവാകാനിടയായി. യേശുവിന്റെ മുഖത്തുനിന്ന് കണ്ണുമാറ്റി അവൻ കടലിലേക്ക് നോക്കിയപ്പോൾ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ധൈര്യം നഷ്ടപ്പെട്ടു പോകുവാനിടയായി. ആ ഭാഗത്ത് കാണുന്നത് എന്താണ്? അവൻ നടന്നു, എന്നാൽ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ അവൻ പറയുന്നു, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഉടനെ യേശു കൈ നീട്ടി പത്രോസിനെ പിടിക്കുവാനിടയായി. അപ്പോൾ യേശുവിങ്കൽ നിന്ന് നിന്റെ കണ്ണുകളോ, നിന്റെ ദൃഷ്ടികൾ, ഹല്ലേലൂയ, അവന്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ മാറ്റിയാൽ ഈ വെള്ളം നമ്മെ മുക്കിക്കളയുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നാൽ ഈ രാത്രിയിൽ പറയട്ടെ, എന്നെയും നിങ്ങളെ കളയുവാൻ നോക്കുമ്പോഴും യേശു നിന്റെ അരികിലുണ്ട്. അപ്പൻ നിന്നോട് ചേർന്നുണ്ട്. അവന്റെ കരമൊന്ന് നീട്ടിയാൽ ഹല്ലേലൂയ, സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അങ്ങനെയെങ്കിൽ ഇത്ര വലിയവനായ ദൈവത്തിന്റെ വലിയ കരം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അവൻ നീട്ടി നമ്മെ വിടുവിപ്പാനിടയായി തീരും. സങ്കീർത്തനത്തിൽ 18-ാം സങ്കീർത്തനം ഇപ്രകാരം വായിക്കുന്നു, അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവന് ഉയരത്തിൽ നിന്ന് കൈ നീട്ടിയാൽ മതി കേട്ടോ. അവന്റെ കരം, അവൻ എത്ര ഉയർന്നിരുന്നാലും, നമ്മൾ എത്ര താഴ്ചയിലായിരുന്നാലും, ആ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി നമ്മെ പിടിക്കുമ്പോൾ പ്രശ്നങ്ങളിൽ നമ്മുടെ കാലുകൾ ആഴ്ന്നു പോകുവാനുള്ളതല്ല, മറിച്ചോ ദൈവം നമ്മെ ഉയരത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീരും. നീ വിശ്വാസത്തോടെ നിന്റെ കരങ്ങളെ ദൈവസന്നിധിയിലേക്കൊന്ന് നീട്ടിക്കൊടുക്കുമോ? നീ വിശ്വാസത്തോടെ അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് നീ ഒന്ന് മുന്നേറുമോ? അവൻ നിന്നോട് കൂടെ ഇരിപ്പാനിടയായി തീരും. അപ്പോൾ ഈ ഭാഗത്ത് നാം വായിക്കുമ്പോൾ ഈ യേശുവിന്റെ ശിഷ്യന്മാർ കടലിന്റെ നടുക്കെത്തിയപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യം, അവർ പ്രതികൂലത്തിന്റെ നടുവിലെത്തുവാനിടയായി തീർന്നു. അതുമാത്രമോ, അവർ തിരയുടെ നടുവിലെത്തിയത്. ഈ പ്രതികൂലത്തിന്റെ വെള്ളങ്ങൾ അവർ കാഞ്ഞടിച്ചപ്പോൾ അതിന്റെ നടുവിലും യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ പ്രതികൂലങ്ങൾ നിന്നെ മുക്കിക്കളയുവാൻ, നിന്റെ ജീവിതത്തിന്റെ നേരെ, നിന്റെ ക്രൈസ്തവ ജീവിതത്തിന്റെ നേരെ നിന്നെ മുക്കിക്കളയുവാൻ കടന്നു വരുന്ന പ്രതികൂലത്തിന്റെ
വാക്കുകളാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരം പോലെ എഴുതി വരുന്ന വാക്കുകളുടെ നടുവിലും നീ തകർന്നു പോകരുത്, നീ നിരാശപ്പെട്ടു പോകരുത്. യേശുവിലേക്ക് നിന്റെ കണ്ണുകളൊന്ന് ഉയർത്തി നോക്കാമോ? അപ്പൻ ഏറ്റവും നിന്റെ അടുക്കലുണ്ട്. അവൻ നിന്നെ കരം നീട്ടി ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി തീരും. കൊടുങ്കാറ്റിന്റെ നടുവിലും, ഹല്ലേലൂയ. കാറ്റ് എല്ലായിടത്തും ഉണ്ടല്ലേ, കാറ്റ് എല്ലായിടത്തും ഉള്ളതാ. പക്ഷേ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് അത് ചില പ്രശ്നങ്ങളുടെ നടുവിലാ, അല്ലെ? ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളുടെ നടുവിലാണ് കൊടുങ്കാറ്റ് പോലെയുള്ള വിഷയങ്ങൾ ആടി ഉലച്ചു കളയുന്നത് പോലെ, നമുക്ക് നിൽക്കുവാൻ കഴിയാത്തതുപോലെ, അല്ലെ വേരോടെ പറഞ്ഞു പോകുമോ എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്തും അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. കൊടുങ്കാറ്റടിച്ചു എന്നാൽ ഈ കാറ്റ് സ്വാഭാവികമാകട്ടോ, പക്ഷെ കൊടുങ്കാറ്റടിക്കുമ്പോൾ പ്രശ്നങ്ങളുടെ നടുവിലെത്തുമ്പോഴും അവൻ നമ്മുടെ അടുക്കിലേക്ക് വന്ന് ഹല്ലേലൂയ നമ്മളെ സ്ഥാനത്ത് നിർത്തുകയല്ല, മറിച്ചോ ആ കൊടുങ്കാറ്റിന്റെ നടുവിലും നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന കർത്താവ്. ഹല്ലേലൂയ. യേശുവും ശിഷ്യന്മാരും മറുഭാഗത്ത് നാം വായിക്കുമ്പോൾ, യേശുവും തന്നെ ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് നേരിട്ടൊരു സംഭവമുണ്ട്. ഹല്ലേലൂയ. അവർ കടന്നു പോകുന്ന പടകിന് നേരെ കൊടുങ്കാറ്റടിച്ചു. യേശു അവിടെ ഉറങ്ങുകയായിരുന്നു. അമരത്ത് തലാനെ വെച്ചവൻ ഉറങ്ങുകയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ യേശുവിന്റെ ശിഷ്യന്മാർ ഭയപ്പെട്ട്, അവർ നിരാശരായി, അവർക്ക് ഭീതിയുള്ളവായി അവർ ഉറക്കം പറയുന്നു, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചോദിക്കും, കർത്താവേ, ഞാൻ ഇല്ലാതെയായി പോകുന്നല്ലോ, ഞാൻ നശിച്ചു പോകുന്നുവല്ലോ, നിനക്ക് എന്നെ കുറിച്ച് വിചാരമില്ലയോ? എന്റെ തലമുറയെ കുറിച്ചൊരു വിചാരമില്ലയോ എന്നൊക്കെ നാം ചോദിച്ചേക്കാം. എന്നാൽ അതിന്റെ നടുവിലും യേശുവിനെ നീ ഉണർത്തുന്നുവെങ്കിൽ, ഉറങ്ങുന്നവനായ യേശുവിനെ നീ ഉണർത്തുന്നുവെങ്കിൽ, അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി നിനക്ക് വേണ്ടി ചില ദൈവപ്രവൃത്തികൾ ചെയ്തു തരുവാൻ എന്റെ അപ്പന്റെ സാന്നിധ്യം കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ വിഴുങ്ങിക്കളയുമെന്ന് ചിന്തിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന്റെ നടുവിലും നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, അപ്പന്റെ സാന്നിധ്യമുണ്ട്. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ പ്രകൃതി പോലും അവൻ അനുസരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ രാത്രികാലം ദൈവാത്മാവ് പറയട്ടെ, ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കൊരു കാര്യം പറയുവാൻ കഴിയണം, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലും നമ്മോടൊരു വാക്ക് കൽപ്പിക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിൽ അപ്പനൊരു വാക്ക് കൽപ്പിക്കും, അല്ലേ? ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കിലേക്ക് വന്ന യായിറോസ് പറയുന്ന, അപ്പാ യേശുവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ തലമുറയ്ക്ക് വിടുതല. ഹല്ലേലൂയ. ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഹല്ലേലൂയ, ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്ക്. മനുഷ്യന്റെ വാക്ക് നമ്മെ പലപ്പോഴും ബലഹീനപ്പെടുത്തുന്ന വാക്കാ. മനുഷ്യന്റെ വാക്ക് പലപ്പോഴും നമ്മെ മുറിവേൽപ്പിക്കുന്ന വാക്കാ. നമുക്ക് ചുറ്റുപാട് നമ്മോടൊപ്പം ഉണ്ടെന്നൊക്കെ നാം ചിന്തിക്കുന്നവർ പലവരും നമ്മെ വിട്ട് മാറിപ്പോകുമ്പോൾ അവർ നമ്മെ നോക്കി ചിരിച്ചു മാറി നിന്ന് നമുക്കെതിരെ അല്ലെ കൂരമ്പ് പോലുള്ള വാക്കുകളെ തൊടുത്തു വിടുമ്പോൾ ഈ രാത്രി ഞാൻ ധൈര്യത്തോടെ പറയുവാൻ കഴിയും, യേശുവിന്റെ ഒരു വാക്കുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ ലോകത്തുള്ളവരൊക്കെ നമ്മെ താങ്ങുമെന്നൊക്കെ ചിന്തിച്ചവർ അവരുടെ കരങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ ഈ രാത്രി ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, അപ്പന്റെ കരം എന്നെ താങ്ങുവാനിടയായി തീരും. ഹല്ലേലൂയ. അവൻ പറയുന്നു, നിങ്ങളുടെ ധൈര്യത്തെ നിങ്ങൾ ധൈര്യപ്പെടുവീൻ. നിങ്ങളിൽ ഉണ്ടാകുന്ന ഭീരത്വത്തിന്റെ ആത്മാവിനെയല്ല, സ്നേഹത്തിന്റെ സുബോധത്തിന്റെയും ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ, അവൻ നമ്മെ ധൈര്യപ്പെടുത്തുവാനിടയായി തീരും. കോപത്തിന്റെ ശക്തികളുടെ നടുവിലും നമ്മൾ ക്ഷീണിച്ചു പോകരുത് കേട്ടോ. കോപത്തിന്റെ ശക്തി വല്ലാതെ നമ്മെ ഞെരുക്കുന്ന ഒരു ശക്തി, കോപത്തിന്റെ ശക്തി, അല്ലേ? സ്നേഹമായി നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു പിണക്കമോ ഒരു പ്രശ്നമോ വന്നാൽ നമ്മെ കോപിച്ച് അല്ലെങ്കിൽ നമുക്കെതിരെ കോപിച്ച് നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ മുന്നേറ്റങ്ങൾക്കെതിരെ നമ്മെ ഒതുക്കിക്കളയുന്ന മേഖലകളുണ്ടാകാം. എന്നാൽ ആ കോപത്തിന്റെ നടുവിലും ദൈവത്തിൽ നമ്മൾ ധൈര്യപ്പെട്ടാൽ, ഹല്ലേലൂയ, മനുഷ്യന്റെ കോപത്തിന്, ശത്രുവിന്റെ കോപത്തിന് നമ്മെ തകർക്കുവാൻ കഴിയില്ലെന്നാൽ അപ്പൻ നമ്മോട് കോപിക്കാതെ
ദൈവസന്നിധി നാം ആയിരിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവജനമേ, ഈ രാത്രി ധൈര്യത്തോടെ പറയട്ടെ, അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ കേട്ടോ. അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതാ. അവന്റെ സ്നേഹം അവൻ നമ്മെ നിത്യതയിൽ എത്തിക്കുവോളം അവന്റെ സ്നേഹം നമ്മോട് കൂടെയുണ്ട്. മനുഷ്യന്റെ സ്നേഹമൊക്കെ മാറിപ്പോയേക്കാം, എന്നാൽ ദാവീദ് ഇപ്രകാരം പറയുന്നു, എന്റെ അപ്പനും അമ്മേനും ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നമ്മോട് പറയുന്നൊരു കാര്യം, യേശുവിന്റെ സ്നേഹം നമ്മെ കരുതിക്കൊള്ളുന്ന സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വായിക്കുമ്പോൾ 138 സങ്കീർത്തനത്തിന്റെ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്തു, എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. അപ്പോൾ 138 സങ്കീർത്തനത്തിന്റെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ വിളിച്ചപേക്ഷിച്ച് നാളിൽ നീ എനിക്ക് ഉത്തരമരളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ 1-ാം ഭാഗത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ എന്താണ്? യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന റെസ്പെക്ട് ചെയ്യുമെന്ന്. റെസ്പെക്ട് എന്ന് വെച്ചാൽ ബഹുമാനിക്കുമെന്നുള്ളതാണ്. ബഹുമാനം അല്ലെ? KJV പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് എന്താണ്? റെസ്പെക്ട് എന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ബഹുമാനിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗം ദൈവം നമ്മെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ മുമ്പാകെ വന്ന് കൈകുപ്പി കുമ്പിട്ട് നിൽക്കുമെന്നല്ല, മറിച്ചോ ഹല്ലേലൂയ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. എസ്തറിന്റെ പുസ്തകം 6-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ രാജാവ് ഹാമാനോട് ചോദിക്കുന്നു, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് വേണ്ടി എന്ത് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ബഹുമാനിക്കുന്ന ചില അവസ്ഥകൾ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ ബഹുമാനം. ഹല്ലേലൂയ. അങ്ങനെ ധൈര്യത്തോടെ നാം ദൈവസ്ഥനിൽ നിൽക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ബഹുമാനിപ്പാനിടയായി തീരും. ദൈവം ബഹുമാനിക്കുവാൻ ഹല്ലേലൂയ രാജാവും കർത്താവുമായിരിക്കുന്നവൻ അവൻ നമ്മെ തന്റെ സ്നേഹത്തിൽ ഏറ്റവും നമ്മെ കൂടെ നിർത്തുമ്പോൾ അവൻ നമ്മെ ബഹുമാനിക്കുവാൻ രാജാവ് കേവലം ഒരു രാജാവ് ചോദിക്കുന്നു, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് വേണ്ടി എന്തെല്ലാം ചെയ്യണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ബഹുമാനം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സ്നേഹം നമ്മോട് കൂടെ ഉണ്ടാകും. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഗർവിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. നമുക്ക് പലപ്പോഴും ഒരു മനുഷ്യനെ എത്ര കൂടെ നടന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ എന്റെ ദൈവത്തിന് നടക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ എത്ര ദൂരത്ത് നിന്നാലും നമ്മെ ഏറ്റവും അടുത്തറിയുന്ന ദൈവം. നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന കർത്താവ് അല്ലെ? ഏറ്റവും അടുപ്പമുണ്ടെന്നും ഏറ്റവും അടുപ്പമുള്ളവര് പലപ്പോഴും നമ്മെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ വേണ്ടി ഹല്ലേലൂയ ഒരു കൂട്ടം ജനം കടന്നു വന്നപ്പോൾ യേശു ആരെയും അവരുടെ മുമ്പിൽ വെച്ച് ഒന്നും അവരോട് പരീക്ഷന്മാരെ വിചാരണ നടത്തിയില്ല. പക്ഷേ യേശുവിന് അവരുടെ ഉള്ളം ദൂരത്ത് തന്നെ ഗ്രഹിപ്പാനിടയായി യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രാത്രി കാലം നമ്മൾക്ക് പറയുവാൻ കഴിയണം, നമ്മുടെ നിരൂപണങ്ങളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഭാവങ്ങളെയും ദൂരത്ത് നിന്ന് അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. അവൻ ഗർവിയെയും ദൂരത്ത് നിന്ന് അവൻ അറിയുന്നു. അങ്ങനെയെങ്കിൽ ഗർവത്തെ അടക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. മാനുഷികമായി എത്ര ഉയർന്നാലും അവൻ താഴ്മയുള്ളവനെ അവൻ കടാക്ഷിക്കുന്ന ദൈവമാ, അവൻ റെസ്പെക്ട് ചെയ്യുന്ന ദൈവമാ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ താഴ്മയുള്ളവരായി ധൈര്യത്തോടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് മുന്നേറുന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ചിലത് പ്രവർത്തിപ്പാനിടയായി തീരും. അതിന് 7-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. കഷ്ടതകൾ വന്നേക്കാം, പ്രതികൂലങ്ങൾ വന്നേക്കാം. നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ ഒറ്റപ്പെട്ടുവെന്നും നമ്മുടെ ധൈര്യം ക്ഷയിച്ചുവെന്നും നാം ചിന്തിച്ചേക്കാം. എന്നാൽ നീ കഷ്ടതയുടെ നടുവിൽ നടന്നാലും എന്നെയും നിന്നെയും ജീവിപ്പിക്കുന്ന ഒരപ്പന്റെ മുൻപാകെയാ നമ്മളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശത്രുക്കളുടെ നേരെ, അവരുടെ ക്രോധത്തിന് നേരെ ദൈവം കൈനീട്ടുവാനിടയായി തീരും. ശത്രുക്കൾ നമുക്കെതിരെ കടന്നു വരുമ്പോൾ ഒരു ശത്രുവിനെ ജയിക്കുവാൻ മാനുഷികമായി അല്ലെങ്കിൽ പല ഉപാധികൾ നമ്മൾ കണ്ടേക്കാം. എന്നാൽ ഈ ശത്രുവിനെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയാതിരിക്കുമ്പോൾ എന്റെ അപ്പൻ ഹല്ലേലൂയ അവിടെ കാണുന്നൊരു കാര്യം, ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ അവൻ കൈ നീട്ടുവാനിടയായി തീരും. ശത്രുവിന്റെ ക്രോധത്തിന് നേരെ കൈ നീട്ടുന്നൊരു ദൈവമുണ്ട് എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വലം കൈ നമ്മെ രക്ഷിക്കുന്ന വലം കൈ.
ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ വായിച്ചു വരുമ്പോൾ 138 സംഗീതം 3 വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ആരിലാണ് ധൈര്യപ്പെടേണ്ടത്? നമ്മളുടെ ധൈര്യം നമ്മൾ ആരിലാണ് വെക്കേണ്ടത്? അല്ല, നമ്മുടെ ബാങ്ക് ബാലൻസിലല്ല നമ്മളുടെ ധൈര്യം ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യത്തിലല്ല നമ്മുടെ ധൈര്യം വരേണ്ടത്. നമ്മുടെ തലമുറകളുടെ പഠനം കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഉന്നതമായ ജോലി ലഭിച്ചു, അതിലല്ല നമ്മൾ ഒരിക്കലും ധൈര്യപ്പെടേണ്ടത്. നമ്മൾ ധൈര്യപ്പെടേണ്ടത് ഹല്ലേലൂയ നമ്മുടെ വസ്തുവകളിലോ, നമ്മുടെ ബാങ്ക് ബാലൻസുകളിലോ, നമ്മുടെ തലമുറകളിലോ, നമ്മുടെ ആരോഗ്യങ്ങളിലോ, നമ്മുടെ പുറമെയുള്ള ഒന്നിലുമല്ല നമ്മൾ ധൈര്യപ്പെടേണ്ടത്. കർത്താവ് നമുക്ക് ധൈര്യം തന്നാൽ ഏതെല്ലാം സാഹചര്യങ്ങളുടെ നടുവിലും നമുക്ക് നിൽക്കുവാൻ കഴിയും. ആ പെൺകുട്ടിയെ പോലെ അവൾക്ക് കാഴ്ചയില്ല, പക്ഷെ അവൾക്കൊരു കാര്യമുണ്ട്. അവളുടെ പിതാവിന്റെ ശബ്ദം അവൾ കേൾപ്പാനിടയായി. അവളുടെ പിതാവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. അവളുടെ ഉള്ളിൽ അവൾക്കൊരു ധൈര്യം കിട്ടി. ആ ഉള്ളിൽ ലഭിച്ച ധൈര്യം മുഖാന്തരമാണ് അവൾ ആ നിലയിൽ നിന്ന് 10ാമത്തെ നിലയിൽ നിന്ന് ചാടി അവൾ ജീവൻ രക്ഷിപ്പാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പ്രതിസന്ധികളുടെ നടുവിലും നമ്മെ താങ്ങുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ രക്ഷിച്ചെടുക്കുന്ന ഒരു ഉയർന്നിരിക്കുന്ന ഒരു വലങ്കൈ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുമുണ്ട്. സമയങ്ങൾ താമസിച്ചുവെന്നും ഇല്ലെങ്കിൽ സമയം മുൻപോട്ട് പോയെന്നും മാനുഷികമായി നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഈ രാത്രിയിൽ ഞാൻ പറയാം, നമ്മുടെ സമയങ്ങളല്ല എന്റെ ദൈവത്തിന്റെ സമയം, നമ്മുടെ വിചാരങ്ങളല്ല എന്റെ ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളല്ല എന്റെ അപ്പന്റെ വഴികൾ. അങ്ങനെയെങ്കിൽ രാത്രി കാലം നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയണം, അവനെ ഹല്ലേലൂയ എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഗിദെയോനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഗിദെയോന്റെ ഭാഗം ന്യായാധിപന്മാർ പുസ്തകം വായിച്ചു വരുമ്പോൾ അവനോട് പറയുന്നു, അല്ലോ പരാക്രമശാലി. ഈ ദിവസങ്ങളിൽ ചിലതിന്റെ നേരെ നമ്മൾ പരാക്രമത്തോടെ ഹല്ലേലൂയ നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്തി കളയുവാൻ വരുന്ന മിഥ്യാന ശക്തികൾ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ ഗിദെയോൻ ഹല്ലേലൂയ അവൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് അവൻ ചിലത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവൻ ചില നന്മകളെ പ്രാപിക്കുവാൻ അവൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്നിച്ച് പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, ഈ ബലത്തോടെ പോകാം. എവിടെ നിന്ന് ഈ ബലം കിട്ടിയത്? അവന് ലഭിച്ചത് ഈ ബലം മറ്റൊരിടത്തുനിന്നുമല്ല. ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി കൊടുത്തൊരു ദൈവത്തിന്റെ ദൂതനെ അവിടെ ഇറക്കിയെങ്കിൽ ഈ രാത്രിയിൽ ഞാൻ പറയട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഏതെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലും നമ്മുടെ നന്മകളെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ കടന്നു വരുന്ന ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് നമ്മുടെ നന്മകൾ പെടാതിരിക്കേണ്ടതിന് നാം ഈ ദിവസങ്ങൾ ഉണർന്നിരിക്കേണ്ട സമയങ്ങൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ തലമുറകളെ വശീകരിച്ചു കൊണ്ടുപോകുന്ന, നമ്മുടെ തലമുറകളെ ഇല്ലായ്മയാക്കി കടന്നു വരുന്ന വിഷയങ്ങളുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ പ്രിയ മാതാപിതാക്കന്മാരെ ഹല്ലേലൂയ രാത്രി ഞാൻ പറയട്ടെ, ദൈവാത്മാവിൽ ഞാൻ പറയാം, നിന്റെ തലമുറയെ അവരുടെ നന്മകളെ നഷ്ടപ്പെടുത്തുവാൻ കടന്നു വരുന്ന മിഥ്യാന ശക്തികൾ കയ്യിൽ അവർ പെടാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ നാം ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ധൈര്യത്തോടെ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാലഘട്ടം. ധൈര്യത്തോടെ പ്രാർത്ഥിപ്പാൻ, ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം അവരോട് പറയുവാൻ, ധൈര്യത്തോടെ അവർക്ക് വേണ്ടി നിഴലിൽ നിൽക്കുവാൻ നാം ഇറങ്ങുന്നുവെങ്കിൽ അവൻ നമ്മോട് കൂടെയിരിക്കും. ഹല്ലേലൂയ, നമ്മൾ കർത്താവിൽ ധൈര്യപ്പെടുന്നവരായിരിക്കട്ടെ. കർത്താവിൽ നാം ധൈര്യപ്പെടുന്നുവെങ്കിൽ നമ്മുടെ നിരാശകൾ, നമ്മുടെ വേദനകളെല്ലാം മാറി, നമ്മുടെ രോഗങ്ങൾ മാറി, നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നാളുകളായി എന്നെ നിങ്ങളെ അലട്ടുന്ന ഏതെല്ലാം രോഗത്തിന്റെ നടുവിലും ഈ രാത്രി നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, കർത്താവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, രോഗം നമ്മെ നശിപ്പിക്കുവാനുള്ളതല്ല കേട്ടോ, രോഗം നമ്മെ ഇല്ലാതാക്കുവാനുള്ളതല്ല, മറിച്ച് അതിന്റെ നടുവിലും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ, ഈ രാത്രിയിൽ ദൈവാത്മാവിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, കർത്താവിൽ ഞാനും നിങ്ങളും ധൈര്യപ്പെടുന്നുവെങ്കിൽ അവൻ നമ്മോട് കൂടെയിരിക്കും. ഗിദെയോനോട് പറഞ്ഞതുപോലെ നാം ഈ ബലത്തോടെ പോകാം. ധൈര്യപ്പെട്, നിരാശകളെ മാറ്റ്, വേദനകളെ മാറ്റ്. ഹല്ലേലൂയ, നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങൾ എത്ര ഉയർന്നു വന്നാലും അതിനെ തകർക്കുവാൻ എന്റെ അപ്പന്റെ ഒരു വാക്ക് മതി കേട്ടോ. ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, ഈ ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ ലോകത്തിലെ ആർക്കും തരുവാൻ കഴിയാത്ത സമാധാനം. ഈ ധൈര്യം വേണമെങ്കിൽ എന്താ, നമ്മുടെ ഉള്ളിലൊരു സമാധാനം വേണം അല്ലെ, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നേരിടുവാനുള്ള ആ ഒരു ധൈര്യം നമുക്ക് വേണം. പക്ഷെ സമാധാനമില്ലാതെ പോയാൽ നമുക്ക് ധൈര്യം ചോർന്നു പോകുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നെന്ന് വാക്കു പറഞ്ഞ കർത്താവ് അവൻ വീണ്ടും വരും, നമ്മെ ചേർക്കുവാൻ വരും. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ കൈവിട്ട് കളയുന്നവനല്ല, നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം
ഈ രാത്രിയിൽ എന്നോട് കൂടെയും നിങ്ങളോട് കൂടെയും ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ പറയാ, ഹല്ലേ, കർത്താവിൽ നാം ധൈര്യപ്പെടുക. ഹല്ലേലൂയ. ഹല്ലേ, യേശു നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ ധൈര്യപ്പെടുക. യേശു നിങ്ങളോട് പറയുന്നു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. പത്രോസ് തന്റെ കാൽച്ചുവടുകളെ ആ വെള്ളത്തിന്മീതെ വെച്ചതുപോലെ നമ്മുടെ പ്രശ്നങ്ങളുടെ മീതെ നടക്കുവാൻ, പ്രശ്നങ്ങളുടെ മീതെ ഇറങ്ങുവാൻ, നമ്മുടെ കാലുകളെയും കൈകളെയും ഹല്ലേലൂയ അതിനെ നേരിടുവാൻ വേണ്ട ശക്തി നമുക്ക് വേണ്ടി തരുന്നത് ഈ ലോകത്തിലെ മറ്റൊന്നിനാലും കഴിയാതിരിക്കുമ്പോൾ അപ്പൻ പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെടുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യപ്പെടുവാൻ കഴിയുമോ? ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പലപ്പോഴും നമ്മൾ നിരാശരായി പോകാറുണ്ട്. എന്നാൽ നിരാശയുടെ വക്കിൽ വരുമ്പോൾ ലോകത്തിലെ ജനം ഹല്ലേലൂയ അവർ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നു. അല്ലെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത്, പ്രിയ കേൾക്കുന്ന സഹോദര സഹോദരി, അല്ലെ പിന്നീട് വചനം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ആത്മഹത്യയല്ല. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ദൈവം പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിലും നിങ്ങളുടെ അടുക്കൽ, ഏറ്റവും അടുക്കൽ നിങ്ങൾക്ക് സമീപസ്ഥനാണ്. അവൻ പറയുന്ന വാക്കുകളെ വിശ്വസിപ്പാൻ കഴിയുമോ? ദൈവത്തിൽ നാം ധൈര്യപ്പെടുക, അവൻ നമ്മോട് കൂടെയിരിക്കും. കർത്താവിൽ നാം ധൈര്യപ്പെടുക, കർത്താവിൽ നമ്മൾ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ധൈര്യപ്പെടുവാൻ കഴിയുകയുള്ളൂ. അതുകൂടെ പറയട്ടെ, വിശ്വാസമില്ല എങ്കിൽ, സംശയ വിചാരങ്ങളാണെങ്കിൽ നമുക്കൊരിക്കലും ധൈര്യപ്പെടുവാൻ കഴിയുകയില്ല. നമ്മൾ വിശ്വാസത്തോടെ മുന്നേറാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുക്കി തന്ന കർത്താവിന്റെ ദാസ പാസ്റ്റർ ബെൻസൺ ദാനിയേലോടും പ്രാർത്ഥനാ ഗ്രൂപ്പിനോടും എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ പല വിഷയങ്ങളിൽ പ്രാർത്ഥനാധ്വനിയിലൂടെ നമ്മൾ പ്രാർത്ഥിപ്പാനിടയായല്ലോ. അല്ലെ, മേഴ്സി എന്ന് പറയുന്ന ഒരു സഹോദരി തന്റെ തലക്കേറ്റ ക്ഷതം മുഖാന്തരം ഓപ്പറേഷൻ വിധേയായിരിക്കുന്നു. ദൈവം വിടുവിക്കേണ്ടതിനായി ഹല്ലേലൂയ അനേക പ്രിയപ്പെട്ടവർ ക്യാൻസറിന്റെ രോഗത്താൽ അല്ലെങ്കിൽ മറ്റുള്ള പല ഭാരങ്ങളാൽ അപകടങ്ങൾ വഴിയായി അനേകർ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ ധൈര്യം കർത്താവ് പകർന്നു കൊടുക്കേണ്ടതിനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഈ രാത്രിക്കായി സ്തോത്രം ചെയ്തു. കർത്താവിൽ ധൈര്യപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവത്തിന്റെ ആലോചന ഞങ്ങൾ പറഞ്ഞു തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കാൽച്ചുവടുകളെ വിശ്വാസത്തോടെ, അത് ധൈര്യത്തോടെ ഞങ്ങളുടെ പാതകൾക്ക് ഹല്ലേലൂയ മുന്നേറി ചെല്ലുവാനുള്ള കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകർന്നിരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാപകൽക്കാലം കർത്താവ്, ഈ രാത്രിയിലും ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷന് വിധേയരായവരുണ്ടപ്പാ, അല്ലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, മാരക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, തലമുറകളുടെ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നവരുണ്ട്, അപകടങ്ങൾ വഴിയായി അനർത്ഥങ്ങൾ വഴിയായി അനേകർ കഷ്ടങ്ങളിലായിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ കരം തൊട്ട് അവിടുന്ന് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ ജനമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അതിവേഗത്തോടുന്ന് വചനം അയച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ കൃപ തന്നെ ജനത്തിന്മേൽ അവിടുന്ന് അയക്കുമാറാകണമേ. ഹല്ലേലൂയ. പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസനും കുടുംബത്തിനായി കൂടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇത് വചനം അനേകർക്ക് അനുഗ്രഹമായി ദൈവത്തെ ധൈര്യമുള്ളതായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് കർത്താവിൽ ധൈര്യപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.